അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് റിവിഷനിൽ വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു വർക്ക് എത്തിക്സ് ആൻഡ് ഡിസിപ്ലിൻ. അപ്പോൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതെന്താണെന്നുള്ള ഒരു മീൻസ് റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്താൽ. അപ്പോൾ എന്താണ് വർക്ക് എത്തിക്സ് ആൻഡ് ഡിസിപ്ലിൻ? അതിൻ്റെ ഒരു മീനിങ് എന്താ? വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മലയാളത്തിൽ നമ്മൾ പറയണം, എന്താ പറയുക, തൊഴിൽ നൈതികത എന്നാണ് അതിൻ്റെ ഒരു മലയാള മീനിങ്, വേർഡ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് നമ്മൾ വർക്ക് എത്തിക്സ്, പിന്നെ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും നമ്മളിപ്പം വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ ജനറലായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ സബ്ജക്റ്റ് റിലേറ്റഡ് അല്ല, പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് വർക്ക് എത്തിക്സ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജനറൽ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളിപ്പം എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നെ എന്താണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇപ്പോൾ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്താണ് ഓർഗനൈസേഷൻ്റെ, അല്ലെങ്കിൽ പഠിക്കുവാണെങ്കിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റൂൾസ് ആണ്, അല്ലേ? അതായത് ഒരു വ്യക്തി അതിൻ്റെ അയാളുടെ ജോലിയിൽ ഉപയോഗിക്കുന്ന ധാർമ്മിക തത്വങ്ങൾ, അല്ലേ? തത്വങ്ങൾ എന്നാണ് പറയുന്നത്. ധാർമ്മിക തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് എന്ത്? വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ചെയ്യുന്ന അതിലുള്ള നമ്മളെ ധാർമ്മികത, അല്ലേ? നമ്മൾ ചിലർക്ക് എങ്ങനെയാണ് ആ ജോബ് ചെയ്യുമ്പം പറയും, അയ്യോ ഇത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഓരോ ചിന്തകളൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ജോലിയുടെ ആ ഒരു ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് എത്തിക്സ് എന്ന് പറയാൻ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്താ പറയുക, നന്നായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, അല്ലേ? സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ആത്മാർത്ഥത വേണം, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്തായാലും ജോലി എന്നല്ല, നമ്മൾ ചെയ്യുന്ന എന്ത് വർക്കാണെങ്കിലും. അപ്പം ഇതിൽ നമ്മളിപ്പം വർക്ക് എത്തിക്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നമുക്ക് എന്താണോ നമ്മളെ ഉത്തരവാദിത്വം, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ ക്രമീകരിക്കണം. അപ്പോൾ അതായത് നമ്മൾ പിന്നെ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത്, അല്ലേ? അല്ല എപ്പോഴും നമ്മൾ പറയാം നമ്മൾ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, അപ്പോൾ ഇത് പിന്നെ എന്തെങ്കിലും വയ്യ, അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യണം, അങ്ങനെ ഒരു ഇത് നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, അപ്പം ഒരു വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് ഇപ്പം പോസിറ്റീവ് ആവണം എന്ന് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും. അപ്പം നെഗറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ആ ഒരു വ്യക്തിൻ്റെത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്ക് ആണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ പെരുമാറ്റം, അല്ലേ? അത് നല്ലതായിട്ടില്ലെങ്കിൽ എന്താ പറ്റുക? നെഗറ്റീവ് വർക്ക് എത്തിക്സ് ആവും, അല്ലേ? മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജോബിൽ എത്രത്തോളം നമ്മളത് ആത്മാർത്ഥത കാണിച്ച് നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പേഴ്സണലാണ്, പിന്നെ നമ്മുടെ വർക്ക് സിറ്റുവേഷൻ അനുസരിച്ചും വർക്ക് എത്തിക്സ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പോൾ വർക്ക് എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? നമ്മളവിടെ പങ്ക്ച്വലാണോ, അറ്റൻഡൻസ്, പിന്നെ നമ്മുടെ ക്യാരക്ടർ, ടീം വർക്ക്, അല്ലേ? നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഒരു ടീം വർക്ക് എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, നമ്മളെ പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂടണമെങ്കിൽ നമ്മളതിനനുസരിച്ച് നമ്മളതുമായിട്ട് എന്താ പറയുക, ആത്മാർത്ഥതയായിട്ട് നമ്മൾ ചെയ്താലേ നമ്മുടെ ഏത് വർക്കിനും ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഓർഗനൈസേഷണൽ സ്കില്ല്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, റെസ്പെക്റ്റ്, നമ്മൾ എന്തായാലും നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു, അല്ലെ അതായത് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ്, നമ്മളുടെ പെരുമാറ്റം എല്ലാം നമ്മളിതിനെ
വർക്ക് എത്തിക്സ് എന്ന് പറയും. നമ്മളെങ്ങനെയാണോ ആൾക്കാരുമായിട്ട് പെരുമാറുന്നത്, അല്ല നമ്മളെങ്ങനെയാണോ സംസാരിക്കുന്നത് പറഞ്ഞാൽ വെറുതെ കമ്മ്യൂണിക്കേഷൻ അല്ല, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ നമ്മൾ വർക്ക് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഏതാണോ സബ്ജക്റ്റ്, ആ ഒരു ബ്രാഞ്ചുമായിട്ടുള്ള നോളജ്, പിന്നെ അതിൻ്റെ എന്താ ലേണിംഗ്, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഡിസിപ്ലിന് വരും. ഓക്കെ. ഡിസിപ്ലിൻ പിന്നെ ഒരു കാര്യം പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ്, ഒരു പാലമാണ്. എന്തിൻ്റെ? ഗോൾ ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം അല്ലേ? നമ്മുടെ ലക്ഷ്യം, എന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യവും അക്കംപ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേട്ടം. അതായത് നമ്മുടെ ലക്ഷ്യം അതായിരുന്നു, പക്ഷേ നമ്മൾ എവിടെയാണ് എത്തിയത്, അത് നേടിയോ, ആ ഒരു അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇതിനെയാണ്, അതായത് ബ്രിഡ്ജ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ എങ്ങനെയാണ്? യൂണിഫോം ഉണ്ടാവും, പങ്ക്ച്വാലിറ്റി, ക്ലെൻലിനെസ്, പിന്നെ വർക്ക്ഷോപ്പിലുള്ള നമ്മൾ നേരത്തെ മുന്നേ പറയുന്ന സേഫ്റ്റി അല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ പ്രിക്കോഷൻസ്, പിന്നെ നമ്മൾ റെക്കോർഡ്സ് വർക്കിലുള്ള പങ്ക്ച്വാലിറ്റി സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ, പിന്നെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എല്ലാവരുടെ അടുത്തും, അവിടെയുള്ള മൊത്തം സ്റ്റാഫിൻ്റെ അടുത്ത്, പിന്നെ ട്രെയിനീസിൻ്റെ അടുത്ത് അല്ലേ, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഒരു സ്റ്റുഡൻറ്റ്. പിന്നെ എങ്ങനെയാണ് നോട്ട് അലൗഡ് ടു റാമ്പിൾ അറൗണ്ട് ഡ്യൂറിങ് ട്രെയിനിങ് ടൈം. അതായത് നമ്മൾ വെറുതെ ട്രെയിനിങ് ടൈമിൽ കറങ്ങി നടക്കുക, അതൊന്നും അലൗ ചെയ്യുന്നില്ല. അതൊക്കെയാണ് നമ്മളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ പോയിൻറ്റ്സ് ഇനി അടുത്ത് വരാനുണ്ട്. പിന്നെ എന്താണ്? ക്യാമ്പസ് അല്ലേ? ക്യാമ്പസിൽ എങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ ഇതാക്കേണ്ടത്? നമ്മളൊന്നും നശിപ്പിക്കാൻ പാടില്ല. ക്യാമ്പസിലാണെങ്കിലും വർക്ക്ഷോപ്പിലാണെങ്കിലും നമ്മൾ എന്തൊക്കെ ഫർണിച്ചറും അല്ലാതെയുള്ള എക്യുപ്മെൻറ്റ്സും ഉണ്ടോ, അതൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം അല്ലേ? ഒരു പ്രോപ്പർട്ടിയും ക്യാമ്പസിലെയും ഒന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അതൊക്കെ റൂൾസ് റെഗുലേഷൻസിൽ വരുന്നതാണ്. പിന്നെ ക്ലാസ് ബങ്ക് ചെയ്യാൻ പാടില്ല. ക്ലാസ് എന്താ പറയുക, ബങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പാടുള്ളതല്ല. പിന്നെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ജനറലായിട്ട് പറയുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ കേട്ടോ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇൻഡസ്ട്രിയൊക്കെ ആണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇന്ന വർക്കിംഗ് ടൈം കഴിഞ്ഞാലേ മൊബൈൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓരോ ഇൻഡസ്ട്രി ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തായാലും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇത് ഇല്ലീഗലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനെതിരായിട്ടുള്ള ആക്ഷൻസ്, ഡിസിപ്ലിനറി ആക്ഷൻസ് എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കും. അത് നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. നിങ്ങൾ സ്കൂളിലും ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയുന്നതാണല്ലോ. പിന്നെ നമ്മുടെ ഇപ്പം ക്യാമ്പസിലാണെങ്കിൽ അവിടെ ചുമരിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒട്ടിക്കുക, മതിലിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ? പിന്നെ എങ്ങനെയാണ് ക്യാമ്പസിൽ ഫാഷൻ ഷോസ്, സിനിമാറ്റിക് ഡാൻസ് ഒന്നും അലൗഡ് അല്ല. നമ്മളിപ്പോൾ കോമ്പറ്റീഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ആർട്സ് ഫെസ്റ്റൊക്കെ ആണെങ്കിലും നോർമലി സിനിമാറ്റിക് ഡാൻസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ ഫാഷൻ ഷോ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ കണ്ടക്ട് ചെയ്യും, അല്ലാതെയുള്ള ഫാഷൻ ഷോസ് ഒന്നും നമ്മൾ നടത്താറുമില്ല. അങ്ങനെയാണല്ലോ, സ്കൂളിലൊന്നും നിങ്ങൾ ഫാഷൻ ഷോസ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവില്ലല്ലോ. പിന്നെ എന്താണ്? വെഹിക്കിൾസ് നമ്മളിപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഓഫീസ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഒന്നും കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാൻ അലൗ ചെയ്യൂല. അതിനൊക്കെ സെപ്പറേറ്റ് പാർക്കിംഗ് ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും സ്റ്റാഫിൻ്റെ വെഹിക്കിൾസ് ഇടുന്നിടത്തല്ല സ്റ്റുഡൻസ് അല്ലെങ്കിൽ ട്രെയിനീസിൻ്റെത് പാർക്ക് ചെയ്യുന്നത്. അതിനൊക്കെ സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയാസ് ഉണ്ടാവും. പിന്നെ
എന്തെങ്കിലും ബിഹേവിയർ നന്നായിട്ട് പെരുമാറിയില്ലെങ്കിൽ എന്ത് പറ്റുക, ടി സി കൊടുക്കും അല്ലേ. നമ്മൾ കോളേജിലൊക്കെ സാധാരണ കാണാറുണ്ട്. മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമ്പസിൽ ഒന്നും പണിഷ്മെൻറ്റ് കിട്ടും, ക്യാമ്പസ് വിട്ട് പോകേണ്ടി വരും, ടി സി ഒക്കെ കൊടുത്ത് ചിലപ്പോൾ പറഞ്ഞു വിടും. ഓക്കെ, അപ്പോൾ ഇത് ജനറലായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് മനസ്സിലാക്കുക എന്തൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രി അങ്ങനത്തെ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴുള്ള കുറച്ച് ജനറലായിട്ടുള്ള ടോപ്പിക്. ഇതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് റിലേറ്റഡ് അല്ല, അറിയാലോ. നമ്മൾ ഈ പേര് തന്നെ വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അത് എല്ലാത്തിലും ഉണ്ട്. വർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു നിങ്ങൾക്ക് ജനറലായിട്ട് ഇത് അറിയേണ്ടത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സിലബസിൽ വന്നത്. അപ്പം ഈ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ ട്രേഡിലും ഉണ്ടാവും. കാരണം എല്ലാ ട്രേഡുകാരും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ടോപ്പിക്ക് തന്നെ. ഓക്കെ, താങ്ക് യു.